പീരുമേട് കാട്ടാനാക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട സീതയാണ് മരിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. സീതയുടെ ഭർത്താവ് ബിനുവിനും ആക്രമണത്തിൽ പരിക്കുണ്ട്. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, വലിയ പ്രതിഷേധം CPIഎമ്മിന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ്. എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? വനം വകുപ്പ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഈ കാട്ടാനയുടെ ശല്യം ഒഴിവാക്കാൻ, ഒപ്പം ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം അടക്കമുള്ള എന്തെങ്കിലും ആശ്വാസത്തിൽ നടപടികളിലേക്ക് പോയിട്ടുണ്ടോ വനം വകുപ്പ്? ഗോകുൽ, ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഈ പ്ലാക്കത്തടം എന്നും ജനവാസ മേഖലയ്ക്ക് നിന്ന് 2 കിലോമീറ്റർ ഉൾവനത്തിൽ വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഈ സീതയും ഭർത്താവ് ബിനുവും അതുപോലെ തന്നെ 2 മക്കളും ഒരുമിച്ചാണ് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയത്. അതിന് ആ സ്ഥലത്ത് വെച്ച് ഒരു കൊമ്പനാനയുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. കാട്ടാന ക്രൂരമായി തന്നെ സീതയെ ആക്രമിച്ചു എന്നുള്ളതാണ് ഈ ആശുപത്രിയിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനവും. ഈ വനത്തിൽ വെച്ച് കാട്ടാന ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ഈ സീതയുടെ ഭർത്താവ് ബിനുവും അതുപോലെ തന്നെ 2 മക്കളും തലചുമടായിട്ടാണ് ഈ സീതയെ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് ആംബുലൻസിൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഇവിടെ എത്തി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രദേശത്ത് കാട്ടാന ആക്രമണം അതിരൂക്ഷമാണ്. ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് വനമേഖലയാണെങ്കിൽ പോലും അതിന് ചേർന്നുള്ള ജനവാസ മേഖലയിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട്ടാന ആക്രമണം അതിരൂക്ഷമാണ്. കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. മര്യാഗിരി സ്കൂളിന് മുൻപിലൂടെയൊക്കെ കാട്ടാന പോകുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നൽകുകയും ചെയ്തതാണ്. സമാനമായ രീതിയിലുള്ള ഈ കാട്ടാന ശല്യത്തിലാണ് ഇപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള പ്രതിഷേധം CPIഎമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും വനംവകുപ്പ് പ്രാഥമികമായിട്ടുള്ള നടപടി എന്ന നിലയ്ക്ക് 5 ലക്ഷം രൂപ ഈ സീതയുടെ കുടുംബത്തിന് നൽകുകയും ചെയ്യും. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ആ പ്രദേശത്ത് കൃഷി ചെയ്യാനാവാത്ത വിധം, പുറത്തിറങ്ങി നടക്കാൻ പോലും ആവാത്ത വിധം കാട്ടാന ശല്യമുണ്ട് എന്നത് ആ പ്രതിഷേധത്തിനിടയിൽ ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും ശക്തമായ ഇടപെടൽ, കാര്യക്ഷമമായ ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ.